കേട്ടത് ശരിയാണോ രവി? നുണയൊന്നുമല്ല, ഒരു ലോറി നോക്കുന്നുണ്ട്. അതിനൊത്തിരി കാശ് വേണ്ടേ? ഏയ്, ലോറി വെറുതെ കിട്ടും, ഫ്രീ. എന്റെ മൊഹികുട്ടി, കാശ് കൊടുക്കാതെ ആരെങ്കിലും തരുമോ? അതിന് ഇന്ത്യയിൽ ഇടുന്ന കാശ് അമ്മയുടെ ഭാഗത്തിൽ കുറച്ച് സ്ഥലം കിട്ടി വിറ്റു. പിന്നെ 3-4 കൊല്ലാതെ എല്ല് മുറിയെ പണിയെടുക്കുന്നുണ്ടേ. ശ്രീധരനെ ചായല്ലേ? വേണ്ട, എന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? പറയാം, പുറത്തോട്ടോ. നിന്റെ അച്ഛനെ ആശാന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരുന്നു. കാശിന്റെ കാര്യം പറയാൻ തന്നെയാ. ചുളുവിൽ എങ്ങനെ കാര്യം നടത്താന്ന് ആശാൻ വിചാരിക്കണ്ട. ഇത്രയും നാൾ നീ അവളെ പറഞ്ഞു വാക്കി ചുളുവിൽ കാര്യം സാധിച്ചോടാ. അത് എന്റെ മിടുക്ക്, അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിന് ഗുണം. രവി, കയ്യിലിരിക്കുന്ന കാശിന്റെ കുങ്ക് പറയരുത്. അതെങ്ങനെ കിട്ടിയതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. രാധ അവളൊരു പാവമാണ്, അവളെ നീ ഉപേക്ഷിക്കരുത്. പാവത്തരൊന്നും എന്നോട് പറയണ്ട, ഞാൻ മണ്ടൊന്നുമല്ല. ശ്രീധരേട്ടൻ രാവും പകലും ഇല്ലാണ്ട് അവിടെ കയറി ഇറങ്ങുന്നില്ലേ? എനിക്ക് വേണ്ടി കഥ തുറന്നതാണെങ്കിൽ അവൾ ആർക്ക് വേണ്ടി തുറക്കും. എന്നിട്ട് എന്നെ വല്ല കെട്ടി വെക്കണം അല്ലേ? പോയി പള്ളി പറഞ്ഞാൽ മതി. ആശാന്റെ മോളെ വെച്ച് നടന്നിട്ട് ഇപ്പൊ ഞാനാളെ കെട്ടണമെന്ന്. നിന്റെ അച്ഛനെന്താ ഞാനാണ് നിന്റെ പട്ടിയോ? സംശയമില്ലാത്തരം പറഞ്ഞാൽ നിന്നെ കൊല്ലുക പന്നി. നീ എന്നെ ഒലത്ത് പോടാ. അവളെ ചതിച്ചിട്ട് നീ സൂചിച്ച് ജീവിക്കലടാ. ഞാൻ നിന്നെ ജീവിപ്പിക്കല. ചോണയുണ്ടെങ്കിൽ നോക്കോ, നിന്റെ മുന്നിൽ രവി ആണുങ്ങളെ പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഈ രോമം പിടിച്ച് അതിന്റെ വരൂ. യുവതി വിഷം കഴിച്ചു മരിച്ചു. തക്ക കാരണം കാണും. അങ്കമാലി August 11. അങ്കമാലിക്കടുത്ത് തുറവൂരിൽ ആഞ്ഞിലിമറ്റത്തിൽ കുഞ്ഞികൃഷ്ണന്റെ മകൾ ദേവയാനി 20 വയസ്സേ ഉള്ളൂ. വിഷം കഴിച്ചു മരിച്ചു. കഴിഞ്ഞ ഏതാനും വർഷമായി സുരേഷ് എന്ന യുവാവുമായി യുവതി പ്രേമത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. സുരേഷ് ഈടെയാണ് വിവാഹിതനായത്. സൊലെ ബലബലെ. കഷ്ടം, വെറും 20 വയസ്സ്. യോഗമില്ല. പശുക്കുട്ടിക്ക് 2 തല. പാലക്കാട്ടേക്ക് അടുത്ത വണ്ടി പോയാ പത്മനാഭ, നീല പോയോ? ഇല്ല, വരേണ്ട സമയം ആവണേ ഉള്ളൂ. എവിടുന്ന് വരുമെന്നൊന്ന്. ഇവിടെ എവിടെ വന്നതാ? ഡ്രൈവർ ശ്രീധരനല്ലേ, അയാളെ കാണാൻ വന്നതാ. അവന്റെ ആരാ? ആരുമല്ല, പണിക്ക് വിളിക്കാൻ വന്നതാ. മുതലാളിക്ക് 3-4 ലോറി ഉണ്ട്. അപ്പൊ അവൻ ദിവാരമുള്ള സ്ഥലത്തുനിന്ന് പോന്നു. പിന്നെ അതറിഞ്ഞില്ലേ? ഒടക്കാ പിരിഞ്ഞത്. എന്നിട്ട് വരാമെന്ന് പറഞ്ഞോ? ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഗോവിന്ദനാശാനെയും മോളെയും ചിലപ്പോ കൂടെ കൊണ്ടുപോയിരിക്കും അല്ലേ കേശവ? കുഴൽമന്നത്തൂന്ന് വേണമെങ്കിൽ രാത്രി വരാമല്ലോ. എന്നിട്ടിപ്പോ എന്ത് തീരുമാനിച്ച്? കുഴൽമന്നത്ത് പണിക്ക് പോണോ ഇല്ലേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി ഇവിടെ കയറി തല്ലും നിലകളിൽ ഉണ്ടാക്കാനാണ് പരിപാടി. അവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. വേണ്ട, ഇപ്പൊ സൂചി എടുക്കുന്ന പഴുതേ ഉള്ളൂ.
ഇതൊരു തൂമ്പാക്കാൻ ചേർന്ന് വെറുതെ ആക്കണോ? നിങ്ങൾക്ക് തലക്ക് വല്ല പറ്റുമുണ്ടോ? ഇനി ആ പ്രശ്നം വിടാനായിട്ടില്ലേ? തന്തയില്ലാത്തരം കാണിച്ചതും പോരാ, ആ തെണ്ടി അവന്റെ തന്തയും പറഞ്ഞു പറയുന്നത് എന്താണെന്ന് അറിയാം നിനക്ക്? രാവിലെ വെച്ചോണ്ടിരിക്കുന്നത് ഞാനാണെന്ന്. നാട്ടുകാർക്ക് നല്ല നേരം പോക്കായി, നാക്കിന്റെ ചൊറിച്ചിൽ മാറുമല്ലോ. ഇതൊക്കെ കേട്ട് ഞാൻ കയ്യും കെട്ടി മിണ്ടാണ്ടിരിക്കണമെന്നാണ് നീ പറയുന്നത്? നിങ്ങൾ നടന്നു പറഞ്ഞു ഞാനെല്ലാം ആൾക്കാർ ആശാന്റെ മോളെ പേടിച്ചു. അവനെ പുളിച്ച തെറി വിളിച്ചു. പിന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? ഓരോ തല്ലി ചമ്മഞ്ചാക്കും, അല്ലെങ്കിൽ ഒന്ന് ജയിലിൽ പോകും. അതുകൊണ്ട് തീരെ പ്രശ്നം. ഈ പ്രശ്നം എത്ര നാട്ടിച്ച നിങ്ങളാ? ഞാനോ? പിന്നല്ലാതെ ഈ അങ്ങാടി കയറുന്ന പട്ടികളെ പോലെ കടിച്ചു കയറി നാട്ടുകാരെ ഒന്നും അറിയിച്ചില്ലേ? ഇത് തല്ലിത്തെടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് പിന്നെ മുന്നും പിന്നും നോക്കണ്ടല്ലോ. കൈത്തർക്ക് മാറുന്നത് തല്ലിയാൻ നോക്കല്ലോ. ചീത്തപ്പേര് ഒന്നും ആർക്കാ? ആശാനും നോക്കൂ. ആ പൊന്നിന് ജീവിതം മുട്ടിയോ? ഇനി അത്ര പെട്ടെന്ന് ഒരു ചെക്കൻ ഓൾ ആലോചിച്ച് വരൂ. എന്താ ഒന്നും മിണ്ടാത്തേ? തമ്മിൽ തല്ലാൻ ആർക്കും കഴിയും, കൈക്കോർക്കുണ്ടായാൽ മതി. കുടുംബത്തെ പ്രശ്നം തീർക്കാനേ ഇത് പോരാ. അവൻ പറഞ്ഞു നടക്കുന്നത് കേട്ടോ ആശാൻ? കേൾക്കുന്നത്. രണ്ട് ചെവി ഉണ്ടായി പോയില്ലേ? പറയട്ടെ, എന്തു വേണമെങ്കിലും പറയട്ടെ. രാധ അനുഭവിക്കട്ടെ. നമ്മളാരും പറഞ്ഞിട്ടല്ലോ, അവളെ ഒന്ന് കണ്ടുപിടിച്ചല്ലേ. പണ്ട് അവളുടെ കണ്ണീര് കണ്ടാൽ വിഷമായിരുന്നു. ഇപ്പൊ എത്ര കണ്ടാലും ഒരു വിഷമമില്ല. കണ്ട് ശീലായി. ഈ ഡോക്ടർമാര് പറയണതൊക്കെ വെറുതെ ആണെന്ന് ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ഭക്ഷണത്തിന് പത്യം, ദേഹനങ്ങരുത്, മനസ്സ് വിഷമിക്കുന്നതൊക്കെ പറഞ്ഞില്ലേ അന്ന്? ഒക്കെ നുണയാ. അല്ലെങ്കിൽ എപ്പോഴേ കഴിഞ്ഞതിന് എന്റെ കാര്യം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്റെ ഈശ്വരാ. ആശാനെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. എവിടെ ഒരു പണി ശരിയാണെന്ന് പറഞ്ഞില്ലേ? പോയി പണിയെടുത്ത് സ്വന്തം കാര്യം നോക്ക്. ഇതൊന്നും കാണാനും കേൾക്കാനും ഇങ്ങോട്ട് വരണ്ട. ഞാൻ രാധയെ കല്യാണം കഴിക്കട്ടെ ആശാനെ, അല്ലാതെ ഈ മാനക്കേട് മാറില്ല. അച്ഛാ വേണ്ട, അത് വേണ്ട, നീ സമ്മതിക്കില്ല. ചേട്ടൻ മറ്റൊന്നും മോഹിച്ചിട്ടല്ല. അറിയാം, അച്ഛനോടുള്ള കടമ അല്ലേ? പക്ഷെ എനിക്കതിന് കഴിയുന്നു ശ്രീധരേട്ട. ഒരിക്കലും ശ്രീധരേട്ടന് ചേർന്ന പെണ്ണല്ല ഞാൻ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ ശ്രീധരേട്ട ഇത് എഴുപ്പ് ചുമക്കണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ. വേണ്ട, എനിക്കിതൊരു ശിക്ഷയാണ്. ശ്രീധരേട്ടൻ എന്റെ ഏട്ടൻ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഇനി വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അവന്റെ കൈയും കാലും കെട്ടി നിന്റെ മുന്നിൽ കൊണ്ടുവന്നിടാം. വേണ്ട ശ്രീധരേട്ട, അയാൾ സുഖിക്കട്ടെ. ലോറിയും പണം ഉണ്ടാക്കി സുഖമായി ജീവിക്കട്ടെ. മലയാളില്ലേ ഇവിടെ? കുഞ്ഞിനെ മലയാളി വന്നതാ? വന്നോ. എന്നാ ഓഫീസിൽ കാണാം. അതെ. എന്താ? എന്റെ പേര് ശ്രീധരൻ, ഡ്രൈവറാ. ഓ, എത്ര കൊല്ലായി വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്? 14 കൊല്ലായി. എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ആദ്യം 4 കൊല്ലം കാറിലായിരുന്നു. ബാക്കി 10 കൊല്ലം ദിവാരമ്മയുടെ ലോറിയിൽ. എന്നിട്ടെന്താ അവിടുന്ന് പോന്നേ? അത് പിന്നെ ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി. എന്റെ ചങ്ങാതിയാ, കുഞ്ഞാടി, കിളിയാ. അന്ന് ആള് വന്നപ്പോ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വനജയുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ബന്ധമൊന്നുമില്ല, അറിയാം. അവളുടെ ഭർത്താവിലൂടെയായിരുന്നു ജോലി. ഞാൻ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. അവള് എന്നോട് പറഞ്ഞിരുന്നു.
എനിക്കിപ്പോ ഒരു പുതിയ ലാൻഡ് വന്നിട്ടുണ്ട്. പഴയ വണ്ടി നിങ്ങൾ ഓടിച്ചോ. അപ്പോ താമസം എങ്ങനെയാ? ദിവസവും പോയി വന്നാൽ മതിയോ അതോ? ഒരു കാര്യം ചെയ്യും, എന്റെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ അമ്മാന്റെ ചായക്കടയുടെ തൊട്ടടുത്താ. അവിടെ കുടിക്കൂ. എന്താ? അപ്പോ നാളെ മുതൽ വണ്ടി എടുക്കാം അല്ലേ? ഓ ഓ ആഹാ, എന്താ ഇത്? വണ്ടി മാറിയോ? ആ, ഇത് നമ്മുടെ മരക്കമ്പനിക്കാരൻ തോമാസ് ഒരാളുടെ വണ്ടിയാ. ഓ, എനിക്കറിയാം, നമ്മുടെ യാക്കൂബ് ഓടിച്ചിരുന്ന വണ്ടിയല്ലേ. അപ്പൊ എന്താ പഴയ വണ്ടിയിലേക്ക് പോന്നേ? അങ്ങനൊന്നുമില്ല, കുറെ നാളായില്ലേ ഈ നെട്ടോട്ടം. ഇനി കുറെ ആൾ നാട്ടിൽ കിടന്നോടാ. ഈ ചെകുത്താനും കൂടെ പോന്ന ഒരു റെസ്റ്റ് വേണ്ടട നാരായണ. ഇനിയിപ്പോ രാത്രി ആകുമ്പോ വല്ലയിടത്തും ചുരുണ്ടു പിടിക്കായിരുന്നു ഉറങ്ങാലോ. ഓ, അല്ലെങ്കിൽ ഇപ്പൊ ഉറക്കമില്ല. ഒരു 100 വിഷമ വേണ്ട, തടി കയറണേ. ഇല്ലു ചെല്ലുമ്പോ മോലാളി അറിയും. പണ്ടത്തെ കാലം ഇനി പറ്റൂല. മുതലാളിന്റെ കണ്ണും പെട്ട് തരുന്നുള്ള കളി നടക്കുള്ളൂ. രാത്രിയും കാണാം. ഞങ്ങൾ ഇവിടെ തന്നെയാ താമസിക്കാൻ പോണേ. മോലാളിയുടെ സ്ഥലമുണ്ടല്ലോ ഇവിടെ. ആഹാ, അപ്പൊ സുഖമല്ലോ. രാത്രി കാണാം. ആ, കാണാം. ഇതെങ്ങനെ ചവിട്ടോട്ട് നിൽക്കുന്നുണ്ടോ? ആ, വലിയ കുഴപ്പമില്ല. എന്താ ശ്രീധര, പുതുമണമാണ് അമ്മായിയമ്മയെ കൊണ്ടുവരുന്ന പോലെ ഒരു സാധനം എന്ന് വെച്ചാൽ അമ്മാനും അമ്മായും പോലെ. നീ കുറച്ചാൾ അമ്മാന്റെ അയലോക്കാരായിട്ട് കൂടാൻ പോവാ. ഹായ്, വളരെ സന്തോഷമായി. വല്ലപ്പോഴും ഒരു 100 അടിക്കാമല്ലോ. പിന്നെന്താ, ഊണ് തീർന്നില്ല? തീരെ തീർന്നാ വെച്ച് വരും. ആ, കൈ എഴുതിട്ട് വാ. അതോ ഒന്ന് 2 ആഴ്ച ആയിട്ട് അമ്മായിന്റെ ചോറ് നങ്ങിട്ട് ഒരു സുഖം കിട്ടണില്ല. വേണ്ടടാ വേണ്ട, സുഖിപ്പിക്കണ്ട. ഒരു 14 രൂപ 80 പൈസ ഇങ്ങോട്ട് തരാനുണ്ട്, അത് മറക്കണ്ട. ഈ കുരുപ്പിന്റെ ഒരു ഓർമ്മശക്തി. രവി വണ്ടി മേടിച്ചോ? ആര് പറഞ്ഞു ഈ വിവരമൊക്കെ? ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. ഇവിടെ കണ്ട് ഒരു ലോറി കൊടുക്കാനുണ്ടെന്ന് കേട്ട് വന്നതാ. വില കൊണ്ട് ഒത്തില്ല. അവളെവിടെ? ഇവിടെ ചോറ് വിളമ്പി കൊടുക്ക്. നീ ഏത് അറിയത്തിനിടയിലാ പോയി കിടന്നേ? ചോറിന് ആളുകൾ വന്നത് കണ്ടില്ലേ? ഞാനൊരുവിടെ വെള്ളം കോരാൻ പോയതാ. നിന്നെ ഉത്തരിക്കാതെ വേഗം ചോറ് വിളപടി. അവളോട് ഇത്തിരി മയത്തിൽ പറഞ്ഞാ പോരെ എന്റെ അമ്മണി. മനുഷ്യ, കൂട്ടാൻ ചോറ് ഞാൻ മുഖത്തേക്ക് ഒഴിച്ചു തരും. എവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഒരു സഹായാവും, എന്ത് പണിയും ചെയ്യും. എന്നിട്ടിപ്പൊ എന്തായി? തീറ്റയല്ലാതെ മറ്റൊന്നുമില്ല. ആസത്ത് സാരമില്ല. എന്റെ പെങ്ങടെ മോള അളിയൻ 2 ആഴ്ച മുമ്പ് വണ്ടിടിച്ച് മരിച്ചു. തള്ളയില്ല, തന്തയില്ല. ഇറച്ചി മീനോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. എന്നീന്ന് എന്താ ശ്രീധര എന്നേറ്റെ? ഒന്നുമില്ല, ഒരു കല്ല് അടിച്ചു. പേരോടമ്മ വേണ്ട. മതി ഇങ്ങോട്ടോടെ. എന്ത് കൂടിയാണ്ട് ഇങ്ങനെ ഉണ്ടൊരു കൂടി? നാരായണൻ എന്നോട് ഒരു അരക്കുപ്പി ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. പുതിയ താമസമല്ലേ, ഒരാഘോഷമായിക്കോട്ടെ കരുതി. ആഘോഷം ഇന്നെനിക്ക് ഉറക്കം കിട്ടൂല. പണ്ടാരടങ്ങാൻ ഈ നശിച്ച നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ്? നിനക്ക്
നിനക്കറിയില്ല നിനക്കറിയില്ല എന്റെ മനസ്സിന്റെ നീറ്റല്. കുഞ്ഞാലി മതി മതി. ഒഴിച്ചു കൊടുക്കൂഞ്ഞാലി. നിനക്കറിയോ ഇന്ന് ഉച്ച കൊണ്ടിട്ടില്ല. വൈകുന്നേരം ആംപ്ലേറ്റ് എന്നാ. ഇന്ന് രാത്രി ഒട്ടും കഴിക്കൂല. ഉച്ചയ്ക്ക് ഞാൻ എങ്ങനെ ഉണ്ണൂടാ? ആ കണ്ണീര് നിന്റെ ചോറിലല്ല വീണത്. ചോറിനകത്തല്ലേ പച്ച പെരുണ്ട് തൊള്ളൽ വരെ കേട്ടോ. ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു. മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. ആ ഉച്ചക്ക് എന്ത് പറ്റി? ഞമ്മൾ അമ്മാന്റെ കടയിൽ ഒരു പുതിയ പെണ്ണ് വന്നിട്ടില്ലേ? ആ താറ് അവളെ ചീത്ത പറഞ്ഞത് അവളൊന്ന് കരഞ്ഞു. അവളെ കണ്ണീര് മൂപ്പരെ ചോറ്റിലൊന്ന് ഇറ്റിപ്പോയി. അതാണ് ഇപ്പൊ അറിയണേ. ഓഹോ, ആ കാര്യം പറയാതിരിക്കുക വേഗം. ആ പാക്കരേട്ടൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണ. തള്ളയാണെങ്കിൽ ഒരു 4-5 കൊല്ലം മുമ്പേ മരിച്ചുപോയി. ആ വണ്ടി ഇടിച്ചിട്ടോമാര് നിർത്തിയിരുന്നെങ്കിൽ അതിന് വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടിപ്പോയത്. ഇതിപ്പോ അതും ഇല്ല. നാരായണൻ കുത്തിക്കൊണ്ട് പോരുന്ന് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇങ്ങോട്ടാണെന്ന്. മുഴുവന് കയറ്റിയോ? ഇല്ല, കേറ്റിക്കോളി. ഓടുകയാക്ക്. ഇത് ഞാനാ അമ്മാൻ. എടോ, തന്റെ സ്വന്തം പെങ്ങളെ മോളല്ലോ ആ പെണ്ണ്. തന്റെ മോളായിരുന്നെങ്കിൽ ഇത്രയും ആളുടെ മുമ്പ് വെച്ച് അങ്ങനെ ചീത്ത പറയൂ? ചീറ്റല്ലേ പറഞ്ഞുള്ളൂ, ദേഹോപദ്രവേൽപ്പിച്ചില്ലല്ലോ. അതൊന്നും സഹിക്കുന്നവനാണ്. 3 നേരം ഭക്ഷണം കഴിക്കണ്ടേ? ആ, ഇതിനേക്കാൾ നല്ല തീട്ട നിന്നതാ. അതിന് പറ്റാവുന്നേ. മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ടി ഒറ്റയ്ക്ക് ഉപയോഗിച്ചു പോകുന്നേക്കാൾ ഭേദമല്ലേ ഇത്? ഒന്നില്ലെങ്കിലും അവളിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ. ആയ കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന് വാവറില്ല. ഇപ്പൊ ഞാൻ മെലിഞ്ഞു, അമ്മ തടിച്ചു. ശ്രീധരൻ പറഞ്ഞു ശരിയാ, പട്ടി തന്നെ ഞാൻ പട്ടി. എന്റെ മോളെ വഴിയാധാരാക്കിയ ആ വണ്ടിക്കാരെ തലയില് ഇടുത്തി.